പാർവതി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ല. ഏയ് പ്ലീസ്, ഒന്നും പറയരുത്. നിന്നോടിത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇടയിൽ കയറി താൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഫ്ലോ അങ്ങ് പോവും. കൈലാഷ് പാറുനോട് സംസാരിച്ചു തുടങ്ങിയല്ലോ. നമുക്കിടയിൽ കയറി അദ്ദേഹത്തെ തടഞ്ഞാലോ? ഏയ്, അങ്ങനെ ചെയ്താ കൂടുതൽ പ്രശ്നമാവേ ഉള്ളൂ. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കി നിൽക്കാനേ നമുക്ക് പറ്റൂ. പാറു സത്യം വെളിപ്പെടുത്തുമ്പോൾ കൈലാഷ് ശാന്തനായി പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കാനേ നിവൃത്തിയുള്ളൂ. പാർവതി, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് നിന്നോട് തോന്നുന്നത് പ്രണയം തന്നെയാണ്. നിന്നെ അന്ന് ഗ്രാമത്തിലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതെനിക്ക് തോന്നിയ വെറും ഒരു കൗതുകം മാത്രമാണെന്ന് ഞാൻ കരുതി. പക്ഷേ ദിവസങ്ങൾ കടന്നു പോയിട്ടും നിന്നെ എനിക്ക് മറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നിന്നെ തേടി ഗ്രാമത്തിലേക്ക് വന്നാലോ എന്ന് ഞാൻ കരുതിയിരിക്കുമ്പോഴാ ദൈവം നിന്നെ വീണ്ടും എന്റെ മുമ്പിലെത്തിച്ച്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീയായിരിക്കുമെന്ന്. പലവട്ടം പാർവതിയോട് ഇത് ഞാൻ പറയണമെന്ന് കരുതിയതാ. പക്ഷേ അപ്പോഴെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ പാർവതിയുടെ മനസ്സിൽ ആ ഗന്ധർവൻ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പാർവതിയോടുള്ള ഇഷ്ടം തുറന്ന് പറയാനും കഴിഞ്ഞില്ല. പക്ഷേ അയാളെ നീ മറക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനിയും കാത്തു നിൽക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. പാർവതി, ഐ റിയലി ലവ് യു. എന്റെ പ്രണയം പാർവതി അംഗീകരിച്ചാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായിരിക്കും. ഇനി തീരുമാനം എടുക്കേണ്ടത് പാർവതിയാ. എന്തെങ്കിലും ഒന്ന് പറയൂ പാർവതി. ചാരു, ചാരു വീണ്ടും നമ്മളെ രക്ഷിച്ചു. ചാരു, നീ എന്ത് ഈ വേഷത്തില്? പാറു അമ്മയെ രക്ഷിച്ചപ്പോ അമ്മയ്ക്ക് അവളുടെ മുഖം കാണുന്നെന്ന് വാശി പിടിച്ചു. ഇവരുടെ നാടകം പൊളിയാതിരിക്കാൻ ഞാൻ ആ കഥാപാത്രമായി അഭിനയിച്ചു. ഇതൊന്നും അറിയാതെ ഞാൻ കാര്യമായിട്ട് പ്രപ്പോസ് ചെയ്യുകയും ചെയ്തല്ലോ. ഐ എം സോറി. എന്നാലും എന്നെ ഇത്രയും ഡയലോഗ് അടിക്കാൻ സമ്മതിക്കാതെ തനിക്ക് കുറച്ച് നേരത്തെ കാര്യം പറയായിരുന്നു. ഞാൻ ആദ്യം തന്നെ പറയാൻ തുടങ്ങിയതാ. അപ്പൊ ഒന്നും മിണ്ടരുതെന്ന് കൈലാഷ് തന്നെയാ പറഞ്ഞത്. ശരിയാ, ഐ എം സോറി. അതൊന്നും സാരമില്ല കൈലാഷേ. ഇന്ന് കാര്യങ്ങളൊന്നും പാറുവിനോട് അവതരിപ്പിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു നിമിത്തമായിട്ട് കണ്ടാൽ മതി. ശരിയാ. എന്തായാലും ആദ്യത്തെ ശ്രമം ഇങ്ങനെ പാഴായതുകൊണ്ട് എന്റെ ആത്മവിശ്വാസം ഒന്ന് കുറഞ്ഞിരിക്കുക. പിന്നീട് എപ്പോഴെങ്കിലും ഫ്രഷ് ആയിട്ട് ശ്രമിക്കാം, അല്ലേ? അതാ നല്ലത്. അല്ല, പാർവതി എവിടെയാ? ബോർക്കയില്ലാതെ അവൾക്ക് മുറിയിൽ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. അവൾ അവിടെ തന്നെ കാണും. ഞാൻ മുറി കാണിച്ചു തരാം. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഇതൊരു ശാശ്വതമായ പരിഹാരമല്ലെന്ന് നിനക്കറിയാലോ. അറിയാം, പക്ഷെ തൽക്കാലത്തേക്ക് വലിയൊരു പ്രശ്നം ഒഴിവായത്. നീ വാ.